കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളിൽ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ വാട്സപ്പ് എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് എപ്പോഴും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും, നമ്മൾ മെസ്സേജസ് അയക്കാറുമുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് വാട്സപ്പ് ഒരു ഇറിറ്റേഷൻ ആയിട്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുതൽ വാട്സപ്പ് നമ്മൾ ഓൺലൈനിൽ കാണിക്കും. വാട്സപ്പിൽ മെസ്സേജ് വരികയും നമ്മളിങ്ങനെ മൈൻഡ് ഡൈവേർട്ട് ആക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ സൈറ്റ്സ് ആയിട്ടുള്ള ഇൻസ്റ്റയോ FB ഒക്കെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വാട്സപ്പിലെ നമുക്ക് ഇങ്ങനെ ടേൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് മറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് ഒക്കെ, ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? അതിന് ആൻസർ യെസ് എന്നാണ്. അതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റോ വൈഫൈയോ ഓഫ് ചെയ്യാതെ തന്നെ വാട്സപ്പ് മാത്രം ടേൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് മറ്റ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ അതേസമയം ഉപയോഗപ്പെടുത്താം. ഏതാണ് ആപ്പ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. നമ്മളിന്ന് പരിചയപ്പെടുന്ന ആപ്പിൻ്റെ പേര് പോസ് ഇറ്റ് എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പോസ് ഇറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോസ് ഇറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മളിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഭാഗം കാണാം. ഒന്ന് പോസിറ്റും രണ്ടാമത്തേത് മീറ്റിംഗ് മോഡും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പ് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് കിട്ടില്ല, ബാക്കി എല്ലാ ഇൻ്റർനെറ്റ് സേവനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ആക്ടിവേറ്റ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്തപ്പം താഴെ കുറച്ച് ആപ്സിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ടുണ്ട് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലും വാട്സപ്പ് കിട്ടില്ല, ബാക്കി ആപ്സ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത്. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ കറൻ്റ്ലി നെറ്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ പേര് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത ഭാഗമാണ് മീറ്റിംഗ് മോഡ്. മീറ്റിംഗ് മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്പ് ഡീആക്ടിവേറ്റ് ചെയ്യണം. ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നെറ്റ് യൂസ് ചെയ്ത് തുടങ്ങും. ഇനി നമുക്ക് മീറ്റിംഗ് മോഡിലേക്ക് നോക്കാം. മീറ്റിംഗ് മോഡ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ആക്ടിവേറ്റ് മീറ്റിംഗ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലാണെങ്കിൽ അത്രയും സമയം നിങ്ങൾക്ക് വാട്സപ്പ് ഓഫ് ചെയ്ത് വെക്കാം. ഇത് സ്പെഷ്യലി ബിസിനസ് പേഴ്സൺസിന്, IT പ്രൊഫഷണൽസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ടൈം, ഹവേഴ്സും മിനിറ്റ്സും സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എത്ര സമയമാണോ നിങ്ങൾ മീറ്റിംഗ്, അത്രയും സമയത്തേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. മീറ്റിംഗ് മോഡ് ആക്കി കൊടുക്കാം. യൂസ്ഫുൾ ആവാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് പോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ വാട്സപ്പ് റൺ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.